ഡിഗ്രി BSc കെമിസ്ട്രി ആയിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നത്. എല്ലാവരും ചോദിച്ചിരുന്നു എന്തിനാണ് കെമിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നത് എന്ന്. ഞാനും ടെൻസ്ഡ് തന്നെയായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തപ്പോൾ. എന്നെക്കൊണ്ടത് പറ്റുമോ എന്നുള്ള ചോദ്യം അപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക്. ഹായ്, എൻ്റെ പേര് റിൻഷാന. ഞാൻ ഭയങ്കര നിന്നാണ് വരുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കിൽസിലേക്ക് വരുന്നത്. ഡിഗ്രി BSc കെമിസ്ട്രി ആയിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് PGക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലോ വിചാരിച്ചത്. അങ്ങനെ ഒരു 6 മന്ത് വരെ ഞാൻ പല കോഴ്സും സെർച്ച് ചെയ്തിരുന്നു. എന്താ പഠിക്കുക, അതെനിക്ക് ആപ്റ്റ് ആവുമോ, ഞാൻ ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതായിരുന്നു. എല്ലാവരും ചോദിച്ചിരുന്നു എന്തിനാണ് കെമിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നത് എന്ന്. ഞാനും ടെൻസ്ഡ് തന്നെയായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തപ്പോൾ. കുറേ കോഴ്സ് സെർച്ച് ചെയ്തിരുന്നു ഏതാ പഠിക്കുക. അപ്പോൾ ഞാൻ സയൻസ് സ്ട്രീം തന്നെ കുറേ നോക്കി. പക്ഷേ എനിക്ക് ആ ഫീൽഡിലൊന്നും അപ്പോൾ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തത്. പിന്നീട് എനിക്ക് നിയറസ്റ്റ് ആയിട്ട് എവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുമെന്നായിരുന്നു. അതിന് ഞാൻ കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ സ്കിൽസിൻ്റെ ആഡൊക്കെ കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഡെമോ ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അത് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയി ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്തു. പിന്നെ സ്കിൽസത്തെ ഫസ്റ്റ് വീക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്നെക്കൊണ്ടത് പറ്റുമോ എന്നുള്ള ചോദ്യം അപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ സ്കിൽസിൽ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ പോലെ തന്നെ പല സ്ട്രീമിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. പിന്നീട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെ ആയി. എന്നെക്കൊണ്ടിത് പറ്റും, എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ്. കോഴ്സ് തീരുവോളം ഞാൻ ഇൻട്രസ്റ്റോടെ തന്നെയാണ് പഠിച്ചത്. സ്കിൽസിൽ ഞാൻ എല്ലാവരായിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്യുമായിരുന്നു. പിന്നെ സ്കിൽസിൽ ലൈവ് പ്രൊജക്ട്സും സ്ട്രാറ്റജി പ്ലാനിങ് ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ സ്കിൽസിൻ്റെ പാരൻറ്റ് കമ്പനിയായ ഡിഫൈൻ ഡിജിറ്റലിൽ ഞാൻ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. അവിടുത്തെ ലൈവ് വർക്ക്സും പ്രോജക്ട്സും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയി. ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവിടെ പാരൻറ്റ് കമ്പനിയായ ഡിഫൈനിൽ എനിക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റി.